നമസ്കാരം നൻബ ബെസ്റ്റ് ഫോറെവറിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് പട്ടം ലാമൂടിലാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മളൊരു ബിരിയാണി കട തപ്പി ഇറങ്ങിയതാണ്, കേട്ടറിഞ്ഞ് വന്നതാണ്. അപ്പം സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൽ കഴിക്കാൻ പറ്റുന്ന, വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി കട. പട്ടം ലാമൂട് സിഗ്നലിൻ്റെ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ മുന്നിലാണ് കട. അപ്പോൾ നമുക്ക് കടയിലോട്ട് പോകാം. കട നല്ല തിരക്കുണ്ട്. ഷോപ്പ് എത്ര മണിക്കാണ് ഓപ്പണിങ്? എത്ര മണി വരെ ഉണ്ടാവും? വൈകുന്നേരം 8 മണി വരെ. 5 മണിയാവും. അത്യാവശ്യം തിരക്ക് കാണും. എങ്കിലും എത്ര ചെമ്പ് പറയാൻ പറ്റുമോ? ആണല്ലേ. ദിവസേന ശനി ഞായർ എല്ലാ ദിവസവും ഉണ്ട്? എല്ലാ ദിവസവും. കൂടാതെ പാഴ്സൽ നല്ലതുപോലെ പോകുന്നുണ്ട്. പാഴ്സലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത്. ആൾക്കാർ ഇന്ന് ഫുഡും കഴിക്കുന്നുണ്ട്. കൂടാതെ പാഴ്സൽ സർവീസും കൂടുതലാണ്. ഇപ്പം കേട്ടില്ലേ, അദ്ദേഹം തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ വന്നിട്ട് തന്നെ ഒരു അരമണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം നല്ല തിരക്കുണ്ട്. അപ്പം തന്നെ പുറത്തുനിന്ന് ആൾക്കാർ അറിഞ്ഞൊക്കെയാണ് വരുന്നത്. ഇനിയിപ്പോൾ ഒരു വിലയ്ക്ക് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നേരത്തെ 80 രൂപയായിരുന്നു. ചിക്കനൊക്കെ വില കൂടിയപ്പോൾ 5 രൂപ ഇവിടെ കൂടിയിട്ടുണ്ട്. എങ്കിലും സാധാരണക്കാരൻ്റെ കീശയ്ക്ക് ഉതകുന്ന ഫുഡ് തന്നെ ഇവർ ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും സ്ഥലമുണ്ടെങ്കിൽ നമുക്കൊന്ന് കഴിക്കാം. അപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു. നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് വന്നത്. അപ്പം 2 റൈസിന് പറഞ്ഞിട്ടുണ്ട്. റൈസ് അൺലിമിറ്റഡ് ആണ്. ബിരിയാണി അൺലിമിറ്റഡ് ആയിട്ടാണ് അവർ തരുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. 2 നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനം വന്നിട്ടുണ്ട്. ഇവിടെ സ്ഥലവും കുറവാണ്. പക്ഷേ എങ്കിലും ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്യും. അപ്പോൾ ആ ഗുഡൻസ് എന്തിനാണ് നോക്കണ്ടേ, കഴിച്ചു പോകാം. കണ്ടില്ലേ, അടിപൊളി ബിരിയാണി. സാധാരണക്കാരൻ്റെ കീശ കാലിയാകാത്ത ബിരിയാണി എന്ന് പറയുമ്പോൾ ഇതാണ് അൺലിമിറ്റഡ് ബിരിയാണി. നമുക്ക് എത്ര ഒരാൾക്ക് കഴിക്കാൻ പറ്റുമോ അത്രയും അവർ തരും. നമുക്ക് എത്ര കഴിക്കാൻ പറ്റുമോ നോക്കാം. ഇത് തന്നെ ധാരാളമാണ്. കണ്ടില്ലേ,
അച്ചാറും സാലഡുമാണ് ഉള്ളത്. കണ്ടില്ലേ, രണ്ട് പീസുണ്ട്. അത്യാവശ്യം ഒരാൾക്ക് അടിപൊളിയായിട്ട് കഴിക്കാനുള്ള സംഭവമല്ല അതിനകത്തുണ്ട്. ഒരിക്കലും നമുക്ക് നഷ്ടമില്ല. നമ്മൾ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ അവിടെ വേറൊരു ഷോപ്പിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. തൊട്ടടുത്താണ് ഒരു ജ്യൂസിൻ്റെ ഷോപ്പ്, അവൽ മിൽക്കിൻ്റെ ഒരു കലവറ എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ കൂടി ഇന്നില്ല, നമുക്ക് നാളത്തെ നിങ്ങളെ കാണിക്കുന്നതാണ്. ഇത് കഴിച്ചിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ നമുക്കത് കാണിക്കാം. കൂടാതെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിനെ കൂടുതലായിട്ട് വിവരം അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നാളത്തെ വീഡിയോ കാണാൻ ബൈ.